നമ്മളൊരു ദിവസം ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്തിനെക്കുറിച്ചായിരിക്കും? ഒരു സാധാരണക്കാരനാണെങ്കിൽ അന്നന്നത്തെ ജീവിതം കഴിഞ്ഞു പോകുന്നതിനെക്കുറിച്ചായിരിക്കും. വിദ്യാർത്ഥിയാണെങ്കിൽ പഠനത്തെക്കുറിച്ചാകാം. ഒരു ഫുഡിയാണ് നിങ്ങളെങ്കിൽ ഭക്ഷണത്തെക്കുറിച്ചാകാം. അങ്ങനെ വ്യത്യസ്ത ചിന്താഗതികളാണ് നമുക്ക് ഒരു ദിവസം ഉണ്ടാകുന്നത്. എന്നാൽ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും റോഡിനെ പറ്റി മാത്രം ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്കറിയാമോ? രാവിലെ എഴുന്നേറ്റ് എങ്ങോട്ട് റോഡ് പണിയണം എന്ന് ചിന്തിക്കുന്ന അയാൾ പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട്. ഒരിക്കൽ ഫ്ലൈ ഓവർ മാൻ എന്നറിയപ്പെട്ടിരുന്ന ആൾക്ക് ഇപ്പോൾ പേര് റോഡ് മാൻ എന്നാണ്. അതെ, നമ്മുടെ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി സാക്ഷാൽ നിതിൻ ഗഡ്കരി. ഇയാൾക്ക് പ്രാന്താടാ എന്ന് ഇന്ത്യക്കാരെ കൊണ്ട് പറയിപ്പിച്ച നമ്മുടെ സ്വന്തം കേന്ദ്രമന്ത്രി. ഗഡ്കരിക്ക് മുമ്പും ശേഷവും എന്ന് ഇന്ത്യൻ ഗതാഗത ചരിത്രത്തെ രണ്ടായി വിഭജിക്കാമെന്ന് പറഞ്ഞാൽ അതിൽ ഒരു തരിമ്പ് പോലും കള്ളമില്ല. കാരണം അത്രമാത്രം അവിശ്വസനീയമാണ് നിതിൻ ഗഡ്കരി എന്ന അതികായൻ ഇന്ത്യൻ റോഡ് വികസനത്തിന് നൽകിയ സംഭാവന. 1957 മെയ് 27 ജയറാം ഗഡ്കരിയുടെയും ഭാനുതായ് ഗഡ്കരിയുടെയും മകനായി മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലെ ഒരു മറാത്തി കുടുംബത്തിലാണ് നിതിൻ ഗഡ്കരി ജനിച്ചത്. കൗമാരക്കാലത്ത് ഭാരതീയ ജനതാ യുവമോർച്ചയിലും അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലും പ്രവർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. കൊമേഴ്സിൽ ബിരുദാനന്തര ബിരുദധാരിയായ ഗഡ്കരി നാഗ്പൂർ സർവകലാശാലയിൽ നിന്ന് LLBയും പൂർത്തിയാക്കിയിട്ടുണ്ട്. സംഘത്തിൻ്റെ സമുന്നത നേതാവായ ദീൻ ദയാൽ ഉപാധ്യായയുടെ അന്ത്യോദയ എന്ന തത്വത്തിലൂന്നിയാണ് നിതിൻ ഗഡ്കരി തൻ്റെ രാഷ്ട്രീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്, ഇപ്പോഴും കൊണ്ടുപോകുന്നത്. സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ള വ്യക്തിയെ ആദ്യം ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് അന്ത്യോദയയുടെ അടിസ്ഥാനം തന്നെ. 1980 നിതിൻ ഗഡ്കരി BJPയുടെ യുവജന വിഭാഗമായ യുവമോർച്ചയിലൂടെ ഔദ്യോഗികമായി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിനേക്കാൾ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഗഡ്കരി വിദർഭയിലെ BJPയുടെ കരുത്തുറ്റ നേതാവായി വളർന്നു വരുന്നതാണ് നമ്മൾ പിന്നീട് കാണുന്നത്. ഗഡ്കരി തൻ്റെ കഴിവുകൾ പക്ഷേ പൂർണ്ണമായും പ്രകടിപ്പിക്കാൻ തുടങ്ങുന്നത് 1995 മുതൽ 1999 വരെ മഹാരാഷ്ട്ര സർക്കാരിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി സേവനമനുഷ്ഠിക്കുമ്പോഴായിരുന്നു. സംസ്ഥാനത്തെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ഗ്രാമങ്ങളിൽ അടിസ്ഥാന വികസനം എത്തിക്കാനാണ് ഗഡ്കരി ശ്രമിച്ചത്. അവിടേക്ക് റോഡ് കണക്ടിവിറ്റി ഉണ്ടാകണം എന്നത് അതിന് ഒരു അനിവാര്യതയാണെന്ന തിരിച്ചറിവ് അന്ന് അദ്ദേഹത്തിനുണ്ടായി. എങ്കിൽ മാത്രമേ അന്ത്യോദയ എന്ന അദ്ദേഹത്തിൻ്റെ സങ്കല്പം യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ എന്ന് ഗഡ്കരി വളരെ പെട്ടെന്ന് മനസ്സിലാക്കി. റോഡ് നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന അവിശ്വസനീയമായ കുതിപ്പിന് തുടക്കമിട്ടത് അന്നു മുതലായിരുന്നു. നിതിൻ ഗഡ്കരിയുടെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായി മഹാരാഷ്ട്രയിലെ മൊത്തം ജനസംഖ്യയുടെ 98% പേർക്കും 4 വർഷത്തിനുള്ളിൽ എല്ലാ കാലാവസ്ഥയിലും ലഭ്യമാകുന്ന റോഡ് കണക്ടിവിറ്റി ലഭിക്കുകയുണ്ടായി. അതിൽ 13,736 വിദൂര ഗ്രാമങ്ങളും ഉൾപ്പെടുന്നു. ഇതേ തുടർന്ന് വിദർഭ മേഖലയിലെ ഗോത്രവർഗക്കാരുടെ പോഷകാഹാരക്കുറവിന് വരെ പരിഹാരമുണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം. ഗതാഗതക്കുരുക്കിന് പരിഹാരമായി നിരവധി ഫ്ലൈ ഓവറുകൾ മുംബൈ നഗരത്തിൽ നിർമ്മിച്ചതോടുകൂടിയാണ് ഗഡ്കരി ഫ്ലൈ ഓവർ മാൻ എന്നറിയപ്പെട്ടു തുടങ്ങിയത്. മഹാരാഷ്ട്രയിൽ ആവിഷ്കരിച്ച പ്രവർത്തനങ്ങളിലൂടെ അവിടുത്തെ ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധനായിരുന്നുവെങ്കിലും ഇന്ത്യ ഒട്ടാകെയും അന്തർദേശീയ തലത്തിലും നിതിൻ ഗഡ്കരിയുടെ കാലം വരാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യയുടെ ദിശ തന്നെ മാറ്റിക്കുറിച്ചുകൊണ്ട് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ ആ മന്ത്രിസഭയിൽ ഗതാഗത വകുപ്പ് മന്ത്രി ആരായിരിക്കണം എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. 2009 മുതൽ 2013 വരെ BJPയുടെ ദേശീയ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച നിതിൻ ഗഡ്കരി 2014 മോദി മന്ത്രിസഭയിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായി സ്ഥാനമേറ്റെടുത്തത്. ചരിത്രം തിരുത്തിക്കുറിക്കാനുള്ള ഒരു നിയോഗത്തിലേക്കായിരുന്നു ആ കാൽവെപ്പ്. 2014 കോൺഗ്രസ് ഭരണകൂടം അധികാരമൊഴിഞ്ഞ നാളുകളിൽ ഇന്ത്യൻ സർക്കാർ പ്രതിദിനം നിർമ്മിക്കുന്ന റോഡുകളുടെ ശരാശരി ദൈർഘ്യം വെറും 2 കിലോമീറ്റർ മാത്രമായിരുന്നു. ഇന്ത്യ പോലെ ഇത്രയും വലിയ ഒരു രാജ്യത്തിന് ഒട്ടും പര്യാപ്തമായ ഒരു കണക്കായിരുന്നില്ല അത്. എന്നാൽ വെറും 1 വർഷത്തിനുള്ളിൽ ഗഡ്കരിയുടെ മേൽനോട്ടത്തിൽ ഇന്ത്യയിലെ പ്രതിദിന റോഡ് നിർമ്മാണം 8 വർഷമായപ്പോഴേക്കും അത് 17 മടങ്ങായി ഉയർന്നു. അതായത് ദിവസം 34 കിലോമീറ്റർ. നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രതിച്ഛായ ഉയർത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കാൻ ഗഡ്കരി മാജിക്കിന് കഴിഞ്ഞുവെന്നതിൽ ഒരു സംശയവുമില്ല.
അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വന്ന ഈ എക്സ്പ്രസ് മുന്നേറ്റം ജനങ്ങൾ മാത്രമല്ല പ്രതിപക്ഷം പോലും അംഗീകരിക്കുകയും ചെയ്തു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ജി സുധാകരൻ അത് പലയിടത്തും പരസ്യമായി പറയുകയും ചെയ്തിരുന്നു. വേൾഡ് എക്കണോമിക് ഫോറം അദ്ദേഹത്തെ ഇന്ത്യയിലെ റോഡ് മേഖലയിലെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൻ്റെ അഗ്രഗണ്യൻ എന്നാണ് വിശേഷിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ നിതിൻ ഗഡ്കരി റോഡ് ഗതാഗത മന്ത്രിയായിരുന്ന കാലത്ത് 9 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഹൈവേ ശൃംഖല 59% വളർന്നത്. ഭാരതം ഏതാണ്ട് 7 പതിറ്റാണ്ടുകൾ കൊണ്ടുണ്ടാക്കിയ റോഡുകളുടെ പകുതിയിലധികമാണ് നിതിൻ ഗഡ്കരിയുടെ കാലത്ത് നിർമ്മിച്ചത്. നിതിൻ ഗഡ്കരിയുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യ റോഡ് ശൃംഖലയുടെ വലുപ്പത്തിൽ ചൈനയെ മറികടന്നത്. എന്നാൽ അവിടെയും ഒതുങ്ങാതെ അടുത്ത 5 വർഷത്തിനുള്ളിൽ അമേരിക്കയെ പിന്തള്ളാനുള്ള യാത്രയിലാണ് നിതിൻ ഗഡ്കരി. 10 വർഷം മുമ്പ് റോഡ് ശൃംഖലയുടെ കാര്യത്തിൽ നമ്മൾ അമേരിക്കയെ മറികടക്കാനുള്ള ഒരു യജ്ഞത്തിലാണെന്ന് ഒരു മന്ത്രി പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അയാൾക്ക് വട്ടാണെന്ന് നാം ഉറക്കെ പറയും. എന്നാൽ ഗഡ്കരി മാജിക്കിൽ ഇന്നത് സാധ്യമാണെന്ന് എതിരാളികൾ പോലും സമ്മതിക്കുന്നു. അവിടെയാണ് നിതിൻ ഗഡ്കരി താരമാകുന്നത്.